ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ടു യൂട്യൂബ് ചാനൽ. നമ്മൾ കാണിക്കാൻ പോകുന്നത് എണ്ണയില്ലാതെ നമ്മൾ എങ്ങനെയാണ് പപ്പടം വറുത്തെടുക്കാൻ പോകുന്നതാണ്. അപ്പോൾ നമ്മളെ വീഡിയോക്ക് പോകുന്നത് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യുന്നതിൽ മാത്രമാണ് ഞാൻ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ കേട്ടോ. അതുപോലെ തന്നെ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണാൻ വേണ്ടി ശ്രമിക്കാം. ഇനി നമുക്ക് എങ്ങനെയാണ് ചെയ്യേണ്ടത് നോക്കാം കേട്ടോ. അപ്പോൾ ആദ്യം ഞാനൊരു ഫ്രൈ പാനിലാണ് ചെയ്ത് കാണിക്കുന്നത്. ഒരു പപ്പടം എടുത്തിട്ട് അതിങ്ങനെ ചെറിയ ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്യുക. എന്നിട്ട് നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ച് പാൻ ചൂടായതിന് ശേഷം നമ്മൾ പപ്പടം ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കുക. എന്നിട്ട് അപ്പോൾ ചെറിയ ചെറിയ ബബിൾ പോലെ ഇങ്ങനെ നമുക്ക് പൊളച്ച് വരുന്ന പോലെ കാണാം. ആ പൊളച്ച് വരുന്ന സമയത്ത് നമുക്ക് മീഡിയത്തിൽ ഇടുക കേട്ടോ. ഫ്ലെയിം മീഡിയത്തിൽ ആക്കിയതിന് ശേഷം മാത്രം വേണ്ട നമ്മളിങ്ങനെ ഇളക്കി കൊടുക്കാൻ. അല്ലാതെ ഈ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് ചെയ്താണെങ്കിൽ പപ്പടം പെട്ടെന്ന് കരിഞ്ഞു പോവും, അത് കറക്റ്റ് വേവ് ആവില്ല, അത് അങ്ങനെ പെട്ടെന്ന് ആയി കിട്ടൂല കേട്ടോ. അപ്പോൾ എല്ലാം മീഡിയത്തിലിട്ടിട്ട് പിന്നെ ഇതുപോലെ ഇളക്കി കൊടുക്കുമ്പോൾ തന്നെ ഉണ്ട് അതിങ്ങനെ പപ്പടം അങ്ങനെ പൊളച്ച് വരുന്നത് നിങ്ങൾക്ക് കാണാം. നമ്മുടെ പപ്പടം ഇവിടെ ഫ്രൈ ആയി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ പപ്പടം ഫ്രൈ ആയിട്ടുണ്ട്. നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് മാറ്റാം. ഇനി നമുക്ക് വേണമെങ്കിൽ ഒരു 1/4 ടീസ്പൂൺ, ഇത് ഓപ്ഷനിലാട്ടോ, 1/4 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക, അല്ലെങ്കിൽ ഓയിൽ എന്തെങ്കിലും നിങ്ങൾ ഇഷ്ടംപോലെ ഒഴിച്ച് കൊടുക്കുക. അതിനുശേഷം ഒരു 1/4 ടീസ്പൂൺ നമ്മളെ ഉണക്കമുളകിൻ്റെ പൊടിയില്ലേ അതിട്ട് കൊടുക്കുക. അതൊന്ന് മൂത്ത് വരുന്ന ടൈമിൽ നമുക്ക് എന്ത് ചെയ്യണം, ഈ വറുത്ത് വെച്ച പപ്പടല്ലേ അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഒന്നുകൂടി നല്ല ഫ്രൈ ആക്കി എടുക്കുക. ഇത് ഓപ്ഷനിലാട്ടോ, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി. ഇങ്ങനെ ആകുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും കഴിക്കാൻ, ചോറിൻ്റെ കൂടെ ആണെങ്കിലൊക്കെ ആയിട്ട്. പൊതുവെ ഇത് ഉപ്പുങ്ങൾ ഓയിലിൽ പൊരിച്ച് ചെയ്യുകയാണെങ്കിലും ഇതുപോലൊരു നമ്മൾ പപ്പടം ചെയ്തെടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആവും കേട്ടോ. ചോറിൻ്റെ കൂടെ കഴിക്കാനും വെറുതെ അങ്ങനെ കടിച്ച് കഴിക്കാനും നല്ല ടേസ്റ്റ് ഇരിക്കും. ഇപ്പോൾ ഇത് നമ്മൾ ഉണക്കമുളകിൻ്റെ ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല ക്രിസ്പിയാണ്. എണ്ണയായിട്ട് ഇപ്പോൾ ഈ എണ്ണ ഇല്ലാതെ തന്നെ നമുക്ക് നല്ല ഫ്രൈ ആക്കി കിട്ടും കേട്ടോ. അടുത്തത് സെയിം പാനിൽ തന്നെ ഇനി കട്ട് ചെയ്യാതെ നമ്മൾ സാധാ പപ്പടം പൊരിക്കുന്നതിന് ഫുള്ളായിട്ട് പൊരിക്കുന്നത് എങ്ങനെയാണെന്ന് കേട്ടോ. ആദ്യം ഇതേപോലെ നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുക. ഫ്ലെയിം ഒന്ന് നല്ല ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് മീഡിയത്തിലിടുക. ഇപ്പോൾ തന്നെ നല്ല പൊളച്ചിട്ട് ഇങ്ങനെ വരുന്നുണ്ടാവും കേട്ടോ. എന്നിട്ട് നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ ഈ ചപ്പാത്തിയൊക്കെ ചുട്ട് കൊടുക്കുന്ന പോലെ ഇതുപോലെ നമുക്ക് ചെറുതായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക. ഹൈയിൽ ഒരിക്കലും ഇടരുത് കേട്ടോ. അപ്പോൾ അതെന്ത് ചെയ്യും, പച്ച പോലെ ആവുന്നല്ലാതെ അത് കറക്റ്റ് ഫ്രൈ ആയി കിട്ടില്ല. മീഡിയത്തിലിട്ട് തന്നെ കുറച്ച് സമയത്തിനാണെങ്കിൽ നമുക്കത് ചെയ്തെടുക്കാം. തുള്ളി എണ്ണ ചേർക്കണ്ടല്ലോ. എണ്ണ ഇല്ലാതെ എടുക്കുമ്പോൾ തന്നെ നമ്മൾ ഹെൽത്തിനൊക്കെ ഭയങ്കര നല്ലതാണ് കേട്ടോ. ഈ എണ്ണയിൽ മുക്കി പൊരിച്ച് കഴിക്കാനായിട്ട് ഏറ്റവും നല്ലത്. അപ്പോൾ ആദ്യത്തെ ഒന്നായിട്ട് ഞാൻ എടുത്തിട്ടുണ്ട്, രണ്ടാമത്തെ ഇട്ട് കൊടുത്താക്കുകയാണ്. എനിക്ക് വേണമെങ്കിൽ ഇതുപോലെ നമ്മൾ ചപ്പാത്തിക്ക് നമ്മളെ അപ്പം ചൂടുവാണെങ്കിലൊക്കെ നമ്മൾ ചെറുതായിട്ട് ഇങ്ങനെ എണ്ണ ഒഴിച്ച് കൊടുക്കില്ല, അതേപോലെ വേണമെങ്കിൽ ചെറുതായി തൂക്കി കൊടുക്കുക കേട്ടോ. സ്പൂൺ വെച്ച് ഇതുപോലെ മെല്ലാണ്ട് നമ്മൾ ചപ്പാത്തിൻ്റെ മേലൊക്കെ ഒഴിച്ച് കൊടുക്കുന്ന പോലെ വേണമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെയും ചെയ്ത് കൊടുക്കുക കേട്ടോ. ഞാൻ അപ്പോൾ അതൊന്നും ചെയ്യുന്നില്ല, എണ്ണ നാക്കുന്നില്ല, അല്ലാതെ തന്നെ നല്ല ക്രിസ്പായിട്ട് കിട്ടിയിട്ടുണ്ട്. ഞാൻ അടുത്തത് കുക്കറിലാണ്. കുക്കർ എടുക്കുമ്പോൾ അലുമിനിയത്തിൻ്റെ എണ്ണ എടുക്കാൻ നോക്കുക കേട്ടോ. സ്റ്റീലിൻ്റെ ആകുമ്പോൾ പെട്ടെന്ന് അത് പുക ആളാനും കരിയാനും ചാൻസ് ഉണ്ട്. കുക്കർ ഇതുപോലെ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായി ചൂടായതിന് ശേഷം മാത്രം ഇട്ട് കൊടുക്കുക. നല്ല ചൂടായതിന് ശേഷം മാത്രം ഇട്ട് കൊടുക്കാൻ പറ്റും. അപ്പോഴാണ് നല്ല ഇട്ടത് ഒരു 2-3 മിനിറ്റ് കഴിഞ്ഞാൽ ഇങ്ങനെ പൊളച്ച് വരും. അപ്പോൾ ഇത് ചെറിയ ബബിൾ പോലെ തന്നെ ഇങ്ങനെ പൊന്തി വരുമ്പോൾ നമുക്ക് തിരിച്ചും മറിച്ചൊക്കെ ഇങ്ങനെ ഇട്ട് കൊടുക്കാം കേട്ടോ. ഹൈ ഫ്ലെയിമിൽ ഒരിക്കലും ഇടരുതേ, അത് പെട്ടെന്ന് കരിഞ്ഞു പോവുകയും ചെയ്യും, ആവില്ല. ഇപ്പോൾ ഇതിങ്ങനെ മെല്ലെ തിരിച്ച് മറിച്ചൊക്കെ ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഈ ഒരു ആദ്യം ഇട്ട് കൊടുത്ത പപ്പടം ആയിട്ടുണ്ട്. അപ്പോൾ അതിൽ നമുക്ക് എടുത്ത് മാറ്റാം കേട്ടോ. ഇപ്പോൾ ഞാൻ ആദ്യത്തെ എടുത്ത് മാറ്റുകയാണ്. നമുക്കത് പിടിച്ച് നോക്കുമ്പോൾ തന്നെ അറിയാം ആയിട്ടുണ്ടോ എന്ന്. ആയിട്ടില്ലെങ്കിൽ അത് പിടിച്ച് നോക്കുമ്പോൾ ഒരു തണുത്ത പോലെ ഉണ്ടാവും. ആയിട്ടുണ്ടെങ്കിൽ അത് നല്ല ഫ്രൈ ആയി പോലെ പൊട്ടുന്ന പോലെ തന്നെ ഉണ്ടാവും. അതാണ് നമുക്കിത് ഞാൻ രണ്ടാമത്തെ ഇട്ട് കൊടുത്ത് രണ്ടാമത്തെ അതുപോലെ പൊള്ളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. കണ്ടില്ലേ, എണ്ണ ഇല്ലാതെ തന്നെ നല്ല പൊള്ളച്ച് പോലെ വന്നിട്ടുണ്ട്. നമുക്കിത് നല്ല ക്രിസ്പി ആയിട്ട് നമ്മൾ പപ്പടം എങ്ങനെ എണ്ണയിൽ പൊരിച്ച് കിട്ടുന്നത് അതേപോലെ തന്നെ നമുക്ക് പപ്പടം ആയി കിട്ടും ചെയ്യട്ടെ. അപ്പോൾ രണ്ടാമത്തെ എടുത്ത് മാറ്റി. ഇപ്പോൾ ഇതാണ് ഞാൻ പൊരിച്ചെടുത്ത പപ്പടങ്ങൾ. ഇതൊന്നും ഇല്ല, 2 കൂടുതലുണ്ടായിരുന്നു. അത് കുട്ടികൾ വന്നിട്ട് അവർക്ക് ഞാൻ കഴിക്കാൻ കൊടുത്തതാണ്. അപ്പോൾ അങ്ങനെ ബാക്കിയാണത്. ഇപ്പോൾ ഇതാ കണ്ടില്ലേ, നല്ല പൊടിയായിട്ട് നമ്മൾ പപ്പടം പൊടിയുന്ന പോലെ തന്നെ പൊടിഞ്ഞ് കിട്ടുന്നത്. നമ്മൾ തുള്ളി എണ്ണ പോലും ചേർത്തിട്ടില്ല. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ആ പൊരിച്ചെടുക്കുന്ന സമയത്ത് ഇതുപോലെ ചെറുതായിട്ട് തൂക്കി കൊടുത്താലും മതി കേട്ടോ. സ്പൂണിൽ ഇങ്ങനെ ചെറുതായിട്ട് ഒഴിച്ച് കൊടുത്താലും മതി. അല്ലാതെ നമുക്ക് നല്ല ക്രിസ്പി ആയിട്ട് തന്നെ കിട്ടും. കറക്റ്റ് പപ്പടത്തിൻ്റെ രീതിയിൽ തന്നെ കിട്ടും. എണ്ണയൊക്കെ ഇല്ലാതെ ഇതുപോലെ ഒന്ന് പപ്പടം ഫ്രൈ ചെയ്ത് കഴിച്ച് നോക്കാം. നമ്മുടെ ഹെൽത്തിന് ഇതുപോലെ കഴിക്കുന്നത് ഏറ്റവും നല്ലതാണ് കേട്ടോ. അപ്പോൾ ഇത്ര നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, ബൈ, താങ്ക് യു.